കരയില്ല മോളെ, കരയില്ലേ, കരയില്ലേ, കരയണ്ട കേട്ടോ. വീട്ടച്ചായ കിച്ചണില് പണിയുണ്ട്. അതൊക്കെ അമ്മോയിക്കോളൂ. നല്ല കാര്യായി. എന്നിട്ട് വേണം രാവിലെ തന്നെ വായിരിക്കുന്ന മൊത്തം കേൾക്കാൻ. കേൾപ്പിച്ച അടങ്ങുള്ളൂ അല്ലേ? എന്നാ പിന്നെ ചെല്ലു. ഗുഡ് മോർണിംഗ് അമ്മ. ഓ, എണീറ്റോ? ചായ ഇട്ടില്ലേ? എന്തോന്ന് ചായ ഇട്ടില്ലെന്നോ? വന്ന് ചായ ഇട്ടിട്ട് അച്ഛനും കൂടി ഒരു ചായ ഇട്ട് കൊടുക്ക്. ഓ, ആഹാ, ഇന്ന് ഇഡ്ഡലിയാണല്ലേ? മോളെ ചായ ആയില്ലേ? ആ ഇതാ വരുന്നു. ചായ വിടച്ചായ, അമ്മങ്ങാനും കാണോ? ഒന്ന് വിടച്ചായ, അവരോട് പോവാ. ചായ. എന്താടാ ഇവിടെ? ചായ. എന്ത് ചായ? അച്ഛന്റെ ചായ. അച്ഛന്റെ ചായ നിനക്കുണ്ടല്ലോ. ആ അതുണ്ട്. അല്ല, അച്ഛന് ചായ കൊടുക്കണ്ടേ? ആ, അച്ഛന് ചായ അമ്മ കൊടുത്തോളാം. അച്ഛന് കുറെ ചായ അമ്മ കൊടുത്തിട്ടുണ്ട്. എന്റെ ചായ കൂടെ തരുമല്ലോ. ആ തരും. മോൻ ചായ കുടിക്ക്. മധുരമുണ്ടോ? നല്ല മധുരം. ഉള്ള മധുരം കൂടി കൂട്ടി മോനിന് ഷുഗർ വരുത്തണ്ട. ചെല്ല് ചെല്ല് ചെല്ല്. പോടാ പോടാ. അച്ഛന് സുഖമല്ല അമ്മ? പോടാ. എത്ര നേരായി ചായ വെച്ചിട്ട് ചായയും കാണില്ലല്ലോ. ചായ. എന്തടി നീ ചായ കൊണ്ടെന്നേ? ഞാൻ മോളോടാണല്ലോ പറഞ്ഞേ. ഓ, മോൾക്ക് അവിടെ അടുക്കളയിൽ നല്ല തിരക്കാ. ഇന്നെന്താ എത്ര തിരക്ക്? അവന് ചായ ഉണ്ടാക്കി കൊടുക്കണ തിരക്കിലാണ്. അപ്പൊ അവനിന്ന് പരിപാടിയൊന്നും ഇല്ലേ? പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, പക്ഷെ നല്ല സന്തോഷത്തിലാണ്. അടുക്കളയിൽ ഇതിന് മാത്രം സന്തോഷിക്കാൻ എന്താടിയോളെ? നമുക്കൊന്ന് സന്തോഷിക്കണ്ടേ? വയസ്സുകാലത്ത് എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കല്ല മനുഷ്യ. അല്ല, അച്ഛാ ഇത് എങ്ങോട്ടേക്കാ രാവിലെ തന്നെ ഒരുങ്ങിക്കെട്ടി? നിന്നോട് ഇന്നലെ പറഞ്ഞല്ലേ ക്ലൈന്റ് മീറ്റിംഗ് ഉണ്ടെന്ന്. ആ, അപ്പൊ ഇന്ന് 4 കാലമായിരിക്കും അല്ലേ വരവ്? ഹേയ്, മാസത്തിലൊന്നേ ഉള്ളൂ. ആ, പണ്ട് വർഷത്തിലൊരിക്കലായിരുന്നു. ഇപ്പൊ മാസത്തിലെ, പിന്നെ അത് ആഴ്ചയിലാവും, പിന്നെ അത് ഡെയിലി ആവും, പിന്നെ എനിക്ക് പിടിച്ചാ കിട്ടാതാവും. ഇവരുടെ ചൊറിയാൻ വരില്ലേ? ഇല്ല, വരില്ല. 4 കാലം വരില്ല. പഞ്ചവർണ്ണ കിളിപാലൻ തളർവെറ്റില തിന്നിട്ടോ തമ്പുരാട്ടി. ഇവിടെ എന്തോരം കൊതുകാടി. അതെങ്ങനെയാണ് ആ ബക്കറ്റിലൊക്കെ വെള്ളം നിറഞ്ഞിരിക്കണല്ലേ? അതൊക്കെ എടുത്തൊന്ന് കളഞ്ഞൂടെ എന്റെ ലച്ചു? വെറുതെ ഇരിക്കല്ലേ മനുഷ്യ, അത് എടുത്തിട്ട് കളഞ്ഞൂടെ? അതെങ്ങനെയാണ്? നിന്റെ സ്വഭാവവും കൊതിന്റെ സ്വഭാവവും ഒന്ന് തന്നെയല്ലേ? എന്തോ ഉദ്ദേശിച്ചത്? മനുഷ്യന്റെ ചോര കുടിക്കുക, അല്ലാണ്ട് എന്താണ്? ഇത് എന്നെ കൊണ്ട് ഒന്നും പറയിപ്പിക്കരുത് കേട്ടോ. ആ, അനു കളിച്ചത് മതി, കേറി പോയേ. അമ്മാമ്മേ, ഞാൻ ഇച്ചിരി നേരം കൂടെ കളിച്ചോട്ടെ? വേണ്ട, മതി കളിച്ചത്. എടി, അത് കുറച്ചേരം കൂടി ഒന്ന് കളിച്ചോട്ടെ. അതിന് കളിക്കാനുള്ള അനുവാദം ഒന്ന് കൊടുക്കേ. അല്ലെങ്കിലും ഈ അമ്മാമ്മ കൊള്ളൂല്ല. അതെ, നല്ലത് പറഞ്ഞ ഈ അമ്മാമ്മ കൊള്ളത്തില്ല. ബെസ്റ്റ്. 10-32 കൊല്ലായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യാ കൊച്ചു പറഞ്ഞത്. രാവിലെ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് കേട്ടോ മനുഷ്യ. ആ, കുഞ്ചാക്കോന് ശാലിനി നിക്കണോക്കി മതിടാ. എന്തിനാ രാവിലെ 2 കൂടി കുറ്റിയും പറിച്ച് ഇങ്ങനെ ഇറങ്ങിയേക്കണേ? നിങ്ങളുടെ മോൻ വിളിച്ചിട്ട് വന്നാ ഒരു വണ്ടി റെന്റ് എടുത്തോണ്ട് വരാൻ പറഞ്ഞു. എന്തിന്? അവൻ എന്താണ്ട് ഇന്റർവ്യൂ ഉണ്ടെന്നാ അല്ലേ? മീറ്റിംഗ്. എന്ത് മീറ്റിംഗ് ആടാ? അതൊന്നും പറഞ്ഞില്ല, വരാൻ പറഞ്ഞു വന്ന്. ദേവന്നല്ല. ആ വന്നല്ല. നിങ്ങൾ വന്നോ? എന്നാ പോവാ. പോട്ടെ.
കപ്പിൾസ് ആ മക്കളെ ആ അങ്കളെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? നല്ല വിശേഷം. സ്റ്റെല്ല എന്തി? മോളെ ഇഷ്ടല്ലേ? നിന്റെ കൂട്ടുകാരികൾ വന്നേക്കണ. കേറി കേറി. എടാ നമ്മുടെ സന്ദീപിന്റെ വല്ല വിവരമുണ്ടോ? അവൻ ഇങ്ങനെ തെണ്ടിത്തിരിഞ്ഞ് നടപ്പണ്ടത്, അത് അങ്ങനെ ഒരു മണ്ടൻ. എന്താ മക്കളൊരു തമാശ, അമ്മയും കൂടി കേക്കട്ടെ. ഓ അമ്മ കേക്കാൻ മാത്രമൊന്നും ഇല്ല. ആഹാ മക്കളെ ആ, കഴിക്കാം. എടുത്തു കൊടുക്കടി കഴിക്കാനായിട്ട്. കഴിക്കടോ. എനിക്ക് അടുക്കളയിൽ കുറച്ച് പണിയുണ്ട് ട്ടാ. ഞാൻ പോട്ടെ ആ, അടുക്കളയിലേക്ക്. ഓക്കേ, നടക്കട്ടെ, മക്കള് നടക്കട്ടെ. കഴിക്ക്. ആ ഓക്കെ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? ഓ എന്താടാ ഇങ്ങനെയൊക്കെ പോകുന്നു. പുള്ളിക്കാരന് ജോലി വല്ലതായോ? കാശൊക്കെ കൊണ്ടുവരുന്നുണ്ട് ചെറുതായിട്ട്. ആഹാ, അപ്പൊ ബർത്ത്ഡേ ഒക്കെ അടിച്ചു വിളിച്ചിട്ടുണ്ടാവൂല. ഓ എന്തടിച്ചോളി, ഒന്നും ഉണ്ടായില്ല. എന്ത് ദാരിദ്ര്യോടെ അയാൾ ഒരു ഗിഫ്റ്റ് പോലും മേടിച്ചു തന്നില്ലേ? ബെസ്റ്റ്. പിന്നെ ഇപ്പൊ കുടിക്കണുണ്ടോ? എന്താ? അമ്മ ആ പിന്നെ എന്ത് പറയാൻ, ഇങ്ങനെയൊക്കെ പോണ്. കുടിക്കണുണ്ടാന്നിപ്പ? മാസത്തിലൊരിക്കലൊക്കെ. ആദ്യം മാസത്തില്, പിന്നെ ആഴ്ചയില്, പിന്നെ ദിവസവും, പിന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ലട്ടാ. ഇപ്പോഴേ പിടിച്ചോ, അല്ലെങ്കിൽ പിന്നെ ലാസ്റ്റ് ബുദ്ധിമുട്ടാവും. പറഞ്ഞേക്കാ. പണ്ടത്തെ പോലെ വഴക്കൊക്കെ ഉണ്ടാ? ഓ ഏത് വീട്ടിലാ ഇപ്പൊ വഴക്കൊന്നും ഇല്ലാത്തത്? അതുപോലെ ചെറിയ വഴക്കൊക്കെ ഉണ്ടാവാറുണ്ട്. വഴക്കിട്ടാലും ഇച്ചാനെ ഭയങ്കര ഇഷ്ടാന്നേ. നീ ഇങ്ങനെ മണ്ടിയായിട്ട് ഇരുന്നോ? ഈ കൂട്ടുകെട്ടായിട്ടാണ് എല്ലാത്തിനും കാരണം. ഈ ദാമ്പത്യ ജീവിതം നശിപ്പിക്കുന്നത് തന്നെ ഈ കൂട്ടുകാരന്മാരാണ്. അതൊക്കെ ഒന്ന് സൂക്ഷിക്ക്. ഇപ്പോഴേ സൂക്ഷിക്കണതെല്ലാം നല്ലതിനാണ്, അത്രേ പറയാനുള്ളൂ. അല്ല നമുക്കിറങ്ങിയാലോ? സിനിമക്ക് നേരായി. നീ വണ്ട? ഇല്ലടാ, ഞാൻ സിനിമയ്ക്കൊന്നും പോവാറില്ല ഇപ്പൊ കല്യാണം കഴിഞ്ഞ ശേഷം. ബെസ്റ്റ്. വല്ലപ്പോഴൊക്കെ ടിവിയിൽ സീരിയൽ കാണും. ഞങ്ങൾ പോയി ഇറങ്ങട്ടെ. ആ അമ്മ ഊണ് പോവാ. കഴിച്ചിട്ട് പോയാ മതി. ഇല്ല വേണ്ട, ഇല്ല, കഴിച്ചിട്ട് കുഴപ്പമില്ല. പോവാന്ന്. ഇല്ല പോട്ടെ. ടിക്കറ്റ് ബുക്ക് ചെയ്തേക്കോണേ. ശരി എന്നാ. ബൈ. ബൈ. ഒന്ന് നിന്ന് നിന്റെ കൂട്ടുകാരത്തികൾ പറയണതേ കുറച്ചൊക്കെ ഞാൻ കേട്ട്. അവരെന്തർത്ഥത്തിൽ ഇതൊക്കെ പറഞ്ഞത്? ലച്ചോ മോളെ നീ ആത്തുവോ? ലക്ഷ്മി, ആ ചേച്ചി, ആരാ വന്നേ ലക്ഷ്മി? അത് പിന്നെ അവളുടെ കൂട്ടുകാർ വന്നാണ്. ആ ഇന്നലെ രാത്രി ഭയങ്കര ബഹളവും ഒച്ചയും ഒക്കെ കേൾക്കുന്നുണ്ടായിരുന്നല്ലോ. അത് പിന്നെ അവന്റെ പണി പോയതിനു ശേഷം എന്നിങ്ങനെ തന്നെയാണ്. ഇങ്ങനെ പറഞ്ഞ പറ്റൂല, അവനോട് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്ക്. ചേച്ചിയുടെ പണി കഴിഞ്ഞതാണോ? എന്റെ പണിയെല്ലാം കഴിഞ്ഞു. എൻ്റെ പണി കഴിഞ്ഞിട്ടില്ല, കുറച്ച് പണിയുണ്ട്. ഞാൻ പോട്ടെ കേട്ടോ. ഇങ്ങനെ തുടങ്ങിയാൽ എന്ത് ചെയ്യും ആ കൊച്ച്? എടാ എല്ലാ കുടുംബത്തിലും പ്രശ്നം ഉണ്ടാവും. അതിന് നീ ഈ വേഷം കെട്ട് കാണിച്ച് വീട്ടിൽ ചെന്ന് എന്ത് സമാധാനം ഉണ്ടാവാനാണ്? എടാ കുടുംബത്തിൽ കുറച്ച് അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ വേണം, അതാണ് ദാമ്പത്യ ജീവിതം. എടാ ഇപ്പോഴത്തെ എൻ്റെ പ്രശ്നം എന്താണ്? ഒന്നാമത്തെ കാര്യം നിങ്ങളായിട്ടുള്ള കൂട്ട്, അത് വേണ്ടെന്നാണ് ആള് പറയുന്നത്. എങ്ങനെ പറയാണ്ടിരിക്കും? നീ മീറ്റിംഗ് ഉണ്ട് കോപ്പുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിളിച്ചോണ്ട് വന്ന് കുടിയല്ലേ? കുടിച്ചിട്ട് വീട്ടിൽ ചെന്ന് എന്തായിരിക്കും കാണിക്കണേ? നീ ഇത് പിടിച്ചേ കുപ്പി മേടിച്ചടിക്കണം നമ്മുടെ പ്രശ്നം, മനസ്സിലുണ്ടോ? അല്ലെങ്കിൽ വേണ്ടത് തന്നെ എനിക്ക് ഇവനൊന്ന് ഉപദേശിക്കണം. ആ എടാ ജോജി, എടാ നിനക്കിപ്പോൾ ഒരു ഭാര്യയുണ്ട്, ഒരു കുട്ടിയുണ്ട്. ഇനി അവരാണ് നിന്റെ ജീവിതം. കൂട്ടുകാരന്മാരായ ഞങ്ങൾ നോക്കണ്ട, ഞങ്ങളെ വിളിക്കണ്ട, നീ ഞങ്ങളെ വിട്ടേക്ക്, മനസ്സിലാവണ്ട? ആ ഓയ്ക്കോ നീ ചെല്ല്. ഒന്നാമത് ജിജു എന്നുള്ള പേര് കേൾക്കുമ്പോൾ ഇവൾക്ക് ഇവന്റെ ഭാര്യയ്ക്ക് ഭയങ്കര കലിപ്പാണ് തന്നെ. ഇതും പറഞ്ഞുകൊണ്ട് നീ ഞങ്ങളെ വിളിക്കരുത് കേട്ടല്ല. ശരി പോണണ്ടാ, അമരത്തിലെ മമ്മൂട്ടി പോണ പോലണ്ടല്ലേ, വികാര നൗകയുമായി. പഞ്ചവർണ്ണ കിളിപാലൻ തളർവെറ്റില തിന്നിട്ടോ. പപ്പ എപ്പഴാ വരിക? പപ്പ ഇപ്പൊ വരും. മോള് കളിച്ചോട്ടോ. ആ എന്തത്? എന്റെ പാവ. കഴിച്ചോട്ടോ, കഴിച്ചോ. പഞ്ചവർണ്ണ കിളിപാലൻ. കഴിച്ചോട്ടോ. ദേ പപ്പ. ആ ഇന്നും കുടിച്ചിട്ടാണല്ലേ വന്നിരിക്കുന്നേ? നിങ്ങൾ ഇവിടുന്ന് പോയപ്പോഴും എനിക്കറിയാമായിരുന്നു 4 കാലിലേ വരുള്ളൂന്ന്. അച്ചായന്റെ ഫ്രണ്ട്സ് കാരണമാണ് അച്ചായൻ ദിവസം ഇങ്ങനെ വരുന്നത്. എനിക്കറിയാം ആ ജിജോ ഇതിന്റെ എല്ലാം പിന്നിലെന്ന്. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യത്തിൽ ഒരു ശ്രദ്ധയുണ്ടോ? കഴിഞ്ഞ ദിവസം എന്റെ ബർത്ത്ഡേ ആയിരുന്നു, നിങ്ങൾ എനിക്കൊരു ചെറിയ ഗിഫ്റ്റ് എങ്കിലും വാങ്ങിച്ചു.
അതൊരു പ്രശ്നമല്ലായിരിക്കാം. അതെനിക്ക് വലിയ കാര്യം തന്നെയാ. ചില നിർത്ത്, മോളിരിക്കണ്, അതുകൊണ്ടേ മിണ്ടുന്നില്ല. നിർത്തിക്കോ. ഇവിടെ എന്നൊന്നും മിണ്ടാൻ പാടില്ല. നിങ്ങൾക്ക് എന്ത് വേണേലും കാണിക്കാം. നീ ആരാണ്? ഇനി നീ മിണ്ടരുത്, നാവടക്കിക്കോ. ഞാൻ മിണ്ടും. ഇത്രയും നാളെ ഞാൻ മിണ്ടാതിരുന്നു. ഇനി എനിക്ക് പറ്റില്ല. നോക്കിക്കോ ഞാൻ എന്താ കാണിക്കാൻ നീ പോകുന്നത്. എന്താന്ന് വെച്ചാ പോയി ചെയ്. പപ്പ പോവല്ലേ? പപ്പ അമ്മ പോട്ടും മോളെ, എങ്ങോട്ടാ ഞാൻ പോട്ട്? ഡാ, അവിടെ എന്താ പ്രശ്നം? ഇതെന്റെ ലൈഫ്, നിങ്ങളുടെ അവിടെ. നീ വിഷമിക്കണ്ട, അവൻ പറഞ്ഞിട്ടില്ലേ അവന്റെ ജീവിതം അവന് നോക്കാൻ അറിയാന്ന്. നീ കരയണ്ട, സമാനപ്പെട്. ആരാ? സ്റ്റെല്ല ജോജി. മരുമോളാണ്. ഒന്ന് വിളിക്കോ? സ്റ്റെല്ലേ മോളെ. അല്ലെങ്കിൽ എന്റെ കൂട്ടുകാരികൾ പറഞ്ഞത് ശരിയാ. അങ്ങേരുടെ ജീവിതം നശിപ്പിക്കുന്ന ആ നശിച്ച കൂട്ടുകാരന്മാര് തന്നെയാ. ഇന്നലെ രാത്രി ഇവിടുന്ന് ഇറങ്ങിപ്പോയതാ. ഇനി നിമിഷം വരെ തിരിച്ചെത്തിയിട്ടില്ല. മതി, ഇനി ഒരു നിമിഷം ഞാൻ ആ മനുഷ്യന്റെ കൂടെ ജീവിക്കില്ല. മോളെ, ഇവിടെ ആരണ്ട് വന്നേക്കുണ്ടല്ലോ. ഇങ്ങേര് ഇതെന്തിനാണാവോ? എന്താ? എല്ലാ ജോജിയുടെ പേരിൽ ഒരു ഓർഡർ വന്നായിരുന്നു. 2 ദിവസം മുമ്പ് കൈ കിട്ടിയതാ. പക്ഷെ എനിക്ക് കുറച്ച് തിരക്ക് കാരണം ഡിലേ ആയി പോയി. ഇതൊന്ന് സൈൻ ചെയ്തേക്ക്. ബില്ലൊക്കെ പേ ചെയ്താണ്. സോറി കേട്ടോ, എൻ്റെ മിസ്റ്റേക്കാ. ഇന്നലെ ഈ ഗിഫ്റ്റിന്റെ പേരിലല്ലേ ഇവിടെ ഇത്രയും പ്രശ്നം നടന്നേ? ആ പയ്യൻ പറഞ്ഞേട്ടാ, 2 ദിവസമായി അവൻ്റെ ഈ സാധനം കിട്ടിയിട്ട് അവൻ കൊണ്ടുവരാൻ താമസിച്ചു. അതിന്റെ പേരിൽ എത്രയും പ്രശ്നങ്ങളുണ്ടേ. കരഞ്ഞിട്ട് കാര്യമില്ല. നിന്റെ നാക്കിന്ന് വീണ വാക്കുകൾ അത് ഇനി തിരിച്ചെടുക്കാൻ പറ്റുമോ നിനക്ക്? ശരിയാ, എന്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റ് പറ്റിപ്പോയി. പക്ഷെ അച്ഛാ ഇങ്ങനെ ദിവസം ഫ്രണ്ട്സിന്റെ കൂടെ കുടിച്ചിട്ട് വരുന്നത് നിങ്ങൾക്ക് എന്ത് ന്യായ പറയാനുള്ളത്? എന്റെ മോനെ നശിപ്പിച്ചത് അവന്റെ കൂട്ടുകാരാണെന്നാണോ നീ പറഞ്ഞു പറയണേ? അന്ന് അങ്ങനെയല്ല. എടി ഒരു ചിയേഴ്സ് പറഞ്ഞിട്ട് അടിക്കടി. ആദ്യമായിട്ട് അടിക്കുന്ന പോലെ. ഏതായാലും കല്യാണമൊക്കെ വളരെ ഭംഗിയായി നടന്നു. നമ്മൾ വിളിച്ചവരെല്ലാരും വന്നു. വളരെ സന്തോഷത്തോടു കൂടി എല്ലാവരും പോയേക്കണേ അല്ലെ? നമ്മുടെ മരുമോനെ കുറിച്ച് എല്ലാരും നല്ല അഭിപ്രായം പറയുന്നേ. എടി അത് പിന്നെ പറയാതിരിക്കുവോ? കണ്ടുപിടിച്ചത് ഐസക് അല്ലേ? ഇതെന്നാടി ഐസ് ഇട്ടില്ലേ? അതിന് ഐസ് എവിടെ? ഐസൊക്കെ തീർന്നുപോയി. ആ എന്നാ ഇന്ന് ഇങ്ങനെ അങ്ങ് പോട്ടെ. ഇങ്ങോട്ടോ, ഞാൻ ഒഴിച്ചോളാം. ചായ എടി, വിളിക്കലത്. ആ വാ 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 വാ, കേറി വാ ഇങ്ങോട്ട് വാ. ആ ഇവിടെ ഇരി. അപ്പനമ്മ കഴിക്കുമല്ലേ? പിന്നല്ലാതെ ഫസ്റ്റ് നൈറ്റ് എന്നെ കുടിപ്പിച്ചെടുത്ത കക്ഷിയല്ലേ. ചുമ്മാ ഇരിടി വെറുതെ. അറിയൂത്. പിന്നെ സ്റ്റെല്ലക്ക് ഇഷ്ടമാണ് മോനെ എന്റെ മണമൊക്കെ. ഈ മണം ഇല്ലാതെ സ്റ്റെല്ല കിടന്ന് ഉറങ്ങൂല. നിങ്ങൾ നോക്കി കണ്ട് പറഞ്ഞ ഒഴിച്ചു കൊടുക്കും മോനെ. കൊടുക്കാം. ഇല്ല, ഞാൻ കഴിക്കില്ല. കഴിക്കും മോനെ. ഇല്ല, ഫോർമാറ്റ് ഒന്നും വേണ്ട. പിന്നെ ഇന്നത്തെ കാലത്ത് ഇതൊക്കെ കഴിക്കാത്ത പയ്യന്മാരെ ഇല്ല, കഴിച്ചിട്ടില്ല. കൊടുക്കുന്നേ. അവൾക്ക് ഇഷ്ടം അങ്ങോട്ട് കുടിക്കുന്ന മോനെ. ഒറ്റ വലി. ആ കുടിക്കുന്നുണ്ട്. പതുക്കെ പതുക്കെ ഇറക്ക്. അത്രേ ഉള്ളൂ. ഇപ്പൊ മനസ്സിലായില്ലേ? അവൻ ആദ്യമായിട്ട് കള്ളു കൊടുത്തതും കുടിപ്പിച്ചതും നിന്റെ അപ്പനമ്മച്ചിയാ. കരഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എന്റെ മോൻ അത്രയ്ക്ക് ദുഷ്ടനൊന്നല്ല മോളെ. അവനോടൊരു സോറി പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. അച്ഛനോട് എങ്ങനെ സംസാരിക്കണം, അമ്മയോട് എങ്ങനെ സംസാരിക്കണം, ഭർത്താവിനോട് എങ്ങനെ സംസാരിക്കണം എന്നുള്ള ബോധം വേണം. വായ തോന്നണത് വിളിച്ചു പറയാൻ പാടില്ല. നമ്മുടെ നാവിന് ലൈസൻസ് വേണം. അമ്മ മോളോട് കാണിക്കുന്ന ദേഷ്യം സ്നേഹമൊന്നുമില്ലാഞ്ഞിട്ടല്ല. അമ്മയ്ക്ക് ഇങ്ങനെയൊക്കെ സ്നേഹം പ്രകടിപ്പിക്കാനേ അറിയുള്ളൂ. 32 വർഷമായിട്ട് ഈ മനുഷ്യന്റെ കൂടെ ഞാൻ ജീവിക്കണില്ലേ. ഞാൻ അന്നും എന്നും ഇന്നും ഇങ്ങനെ തന്നെയാ. നമ്മ പെണ്ണുങ്ങളെ എല്ലാം കണ്ടും കേട്ടും സഹിക്കാനും ക്ഷമിക്കാനും ഒക്കെ പഠിക്കണം. അതാണ് നമ്മുടെ ജീവിതം മോളെ. പത്ത് 32 വർഷമായിട്ട് നിങ്ങൾ എന്നെ സഹിക്കണില്ലേ? ഇനിയും സഹിക്കോ മനുഷ്യ? ഒന്ന് പോടി.
അച്ചായ ദേ ജിജോ വിളിക്കുന്നു. ആ ഞാൻ അവനെ വിളിച്ചോളാം. നിങ്ങൾ എന്ത് കൂട്ടുകാരാണ് ഹേ? വല്ല അത്യാവശ്യമായിരിക്കും, ഒന്ന് അറ്റൻഡ് ചെയ്തേ.